ഫൈനലി ദ റിസൾട്ട് ഈസ് ഔട്ട്. ഏതൊരു സ്റ്റുഡൻറ്റിനെ പോലെയും ഞങ്ങൾ ഫാക്കൽറ്റീസും വളരെ എക്സൈറ്റഡ് ആണ്, അല്ലെങ്കിൽ വളരെ കൺഫ്യൂസ്ഡ് ആണ് ഓരോ റിസൾട്ടും വരുന്ന സമയത്ത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് മാത്രമേ അറിയുള്ളൂ, ബട്ട് എല്ലാ കുട്ടികളുടെയും റിസൾട്ട് അറിയുന്ന ആളുകളാണ് ഞങ്ങൾ. അപ്പോൾ നമ്മളും എക്സാമിന് മുമ്പ് ഇവരൊക്കെ പാസ്സാവും, അല്ലെങ്കിൽ ഇവരൊക്കെ പാസ്സാവാൻ സാധ്യത കൂടുതലാണ് എന്നൊക്കെ കരുതി വെക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും. പക്ഷെ അവർക്കൊന്നും ആ സമയത്ത് ചിലപ്പോൾ റിസൾട്ട് അല്ലെങ്കിൽ പാസ്സായി പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇതൊക്കെ നമ്മളെയും പേഴ്സണലി വളരെ വലിയ രീതിയിൽ സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ആരോടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദോസ് പീപ്പിൾ ഹു കുഡിൻറ്റ് മേക്ക് അപ്പ് ദിസ് ടൈം. ഇത്തവണ പാസ്സാവാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഈ ഒരു അറ്റംപ്റ്റിൽ ഫെയിലിയർ ആയി പോയ മക്കളോടാണ്, അവരോടാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ സംസാരിക്കാനുള്ളത്. ഈ ഒരു റിസൾട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ഫൗണ്ടേഷൻ ലെവലിൽ അപ്രോക്സിമേറ്റ്ലി 110,000 സ്റ്റുഡൻസ് ഓൾ ഓവർ ഇന്ത്യ എക്സാം എഴുതിയതിൽ ഓൾമോസ്റ്റ് 24,000 സ്റ്റുഡൻസ് മാത്രമാണ് പാസ്സായത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് എത്രത്തോളം കുട്ടികൾ പരാജയപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം. ഇനി +2 റൂട്ടിലൂടെയൊക്കെ വരുന്ന കുട്ടികൾ, മെജോറിറ്റി ആളുകളും ഇത്തവണ ഫെയിലിയർ സംഭവിച്ചത് അവരുടെ ഫസ്റ്റ് അറ്റംപ്റ്റിലാണ്. അപ്പോൾ അവർക്ക് ആ ഒരു ഫെയിലിയർ വളരെ താങ്ങാനാവാത്തൊരു വിഷമമായിട്ടൊക്കെ അവർക്ക് പലർക്കും തോന്നുന്നുണ്ടാവും. അവരോടൊക്കെ എനിക്ക് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറയാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിന് മുമ്പും സൈലം റിപ്പീറ്റർ ബാച്ചുകളൊക്കെ നടത്തിയായിരുന്നു. ആ റിപ്പീറ്റർ ബാച്ചിലൊക്കെ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് നല്ല രീതിയിൽ പാസ്സായി പോകുമെന്ന് ഞങ്ങൾ വിചാരിച്ച ഒരുപാട് സ്റ്റുഡൻസ് പല അറ്റംപ്റ്റുകളിലായിട്ട് വീണ് പോയിട്ടുണ്ട്. അവരോടൊക്കെ ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളോട് ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യമാണ്, കണ്ടിന്യൂ യുവർ ഗുഡ് എഫേർട്ട്. ഉറപ്പായിട്ടും ലേറ്റ് ആയിട്ടാണെങ്കിലും ദ ബെസ്റ്റ് വിൽ കം. ആ ബെസ്റ്റ് അവർക്ക് ഈ റിസൾട്ടിൽ വന്നു എന്നുള്ളതാണ് വളരെ സന്തോഷമായിട്ടുള്ള കാര്യം. ഒരുപാട് പേര് മുമ്പത്തെ അറ്റംപ്റ്റുകളൊക്കെ നല്ല എഫേർട്ട് ഇട്ട കുട്ടികൾ, അന്ന് അവർക്ക് പാസ്സാവാൻ പറ്റാത്തവർ ഈ അറ്റംപ്റ്റിലൂടെ പാസ്സായി പോയിട്ടുണ്ട്. ഇതൊരു വസ്തുതയാണ്. ഈ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നിങ്ങളെ മാത്രം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. പക്ഷേ ഈ എക്സാം എഴുതുന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ എക്സാം എഴുതുന്ന ഒരുപാട് മക്കളെ, ആയിരക്കണക്കിന് മക്കളെ ഞങ്ങൾക്കറിയാം. അവരുടെയൊക്കെ എഫേർട്ട് ഞങ്ങൾ കാണുന്നുണ്ട്, അവരുടെയൊക്കെ റിസൾട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. അവർ വീഴുന്നത് കാണുന്നുണ്ട്, വീണിട്ട് എണീറ്റ് നടന്നു പോകുന്നത് കാണുന്നുണ്ട്. ആ ഒരു എക്സ്പീരിയൻസിൽ മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഐ നോ ഇൻ ദിസ് സിറ്റുവേഷൻ യു ആർ ഇൻ എ ഗ്രേറ്റ് ട്രബിൾ. പലരും ആദ്യമായിട്ടൊക്കെ ആയിരിക്കും ലൈഫിലൊരു ഫെയിലിയർ മീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ യു ആർ കീപ്പിംഗ് യുവർ ഹെഡ് ഡൗൺ. പലർക്കും പാരൻസിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, ഫ്രണ്ട്സിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഓൾ ദീസ് തിങ്സ് ഐ നോ, ബിക്കോസ് ഞങ്ങളും അറ്റ് വൺ സ്റ്റേജ് ഓർ അതർ സ്റ്റേജ് ഈ ഒരു സിറ്റുവേഷൻസിലൂടെയൊക്കെ കടന്നു വന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളോട് ഞാൻ പറയാണ്, വി ആർ ഹാവിങ് 2 ചോയ്സസ് നൗ. നമുക്ക് നമ്മുടെ മിസ്റ്റേക്സിൽ നിന്നും മനസ്സിലാക്കിയിട്ട് അടുത്തൊരു അറ്റംപ്റ്റിലോട്ട് നമുക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇത് ഉപേക്ഷിച്ച് അങ്ങ് പോവാം. These are the only 2 options available in front of you. See, what I want to tell you is that mistake is good if you learn from your mistakes. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ്. നമുക്ക് നമ്മുടെ പരാജയങ്ങളിൽ നിന്നും പഠിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ മിസ്റ്റേക്ക് നല്ലതിനാണ്. കഴിഞ്ഞ ഒരു 6 months അല്ലെങ്കിൽ 7 months പീരീഡിൽ നിങ്ങൾ എങ്ങനെ പഠിച്ചു എന്നുള്ളത് നിങ്ങൾക്കറിയാം. ആ പഠിച്ചതിൻ്റെ സ്കോറാണ് നിങ്ങളുടെ മുന്നിൽ ഇന്ന് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ എത്രത്തോളം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ എത്താൻ പറ്റുമെന്നുള്ളൊരു എസ്റ്റിമേറ്റാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത്. ആ ഒരു എസ്റ്റിമേറ്റിന് അക്കോർഡിംഗ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻസിനെ സ്ട്രോങ് ആക്കിയിട്ട് അടുത്തൊരു എക്സാമിൽ പാസ്സാവാൻ നോക്കുക. അതാണ് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണ്, വേറെ ആരെക്കാളും നിങ്ങൾ തിരഞ്ഞെടുത്ത കരിയറാണ്. അപ്പോൾ ഏറ്റവും വളരെ നല്ല രീതിയിൽ പ്രോമിസിങ് ആയിട്ടുള്ള ആ ഒരു 2 ലെറ്റേഴ്സ് അത് നിങ്ങളുടെ പേരിന് പ്രിഫിക്സ് ആയിട്ട് നിങ്ങൾക്ക് വെക്കണമെങ്കിൽ അതിലോട്ട് എത്തുക എന്നുള്ളത് നിങ്ങളുടെ ഉദ്ദേശമാണ്, അല്ലെങ്കിൽ നിങ്ങളാണ് അത് ഡിസൈഡ് ചെയ്യേണ്ടത്. അതിന് വേണ്ട വർക്കും നിങ്ങളുടെ സൈഡിൽ നിന്ന് തന്നെയാണ് വരേണ്ടത്. അപ്പോൾ ദിസ് ഈസ് ദ റൈറ്റ് ടൈം ടു റീതിങ്ക് വൺസ് അഗെയിൻ. നിങ്ങൾ എന്താണ് ചെയ്തത്, ഇനി എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ പാസ്സാവുമെന്നുള്ളത്. സോ ഇനി നിങ്ങളുടെ മുമ്പിലുള്ളത് May 2025 അറ്റംപ്റ്റ് ആണ്. നിങ്ങൾക്ക് പഠിക്കാനാണെങ്കിൽ ഒരു 2 മാസം കൂടെ സമയമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പ്ലാൻ ചെയ്യുക, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക, നിങ്ങളുടെ സ്റ്റഡീസ് പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യുക, എല്ലാ ഏരിയയും കവർ ചെയ്യുക, പ്രോബ്ലം പേപ്പേഴ്സൊക്കെ നിങ്ങൾ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻ കവർ ചെയ്യുക. ഉറപ്പായിട്ടും നല്ല റിസൾട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാൻ പറ്റും. ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം. ഓൾവേസ് റിമെമ്പർ യുവർ സക്സസ് ഈസ് ജസ്റ്റ് ഡിലേഡ്. എന്തായാലും നെക്സ്റ്റ് അറ്റംപ്റ്റിൽ ബെസ്റ്റ് റിസൾട്ട് വിൽ കം. യു ഷുഡ് പുട്ട് ദ ബെസ്റ്റ് എഫേർട്ട് ഫോർ ദാറ്റ്. ഓൾ ദ ബെസ്റ്റ്.